അത് കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട്, ബി ജെ പിയും വാങ്ങിയിട്ടുണ്ട്. ഏറ്റക്കുറച്ചിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ, കൂടുതലാണ് ബി ജെ പി കിട്ടിയത്. ആ പണം വാങ്ങിയവരാ. അപ്പോൾ അവരോട് ഇവർക്ക് എന്തുണ്ട്, സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാനൊരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താ പറഞ്ഞാൽ, നാഷണൽ ഹൈവേ എല്ലാം പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പൊളിയാതെ ഒരു നാഷണൽ ഹൈവേ ഭാഗമുണ്ട്. നിങ്ങളെല്ലാം പോയി പഠിക്കണം. എവിടെയാ നാഷണൽ ഹൈവേ വർക്ക് എടുത്ത് പൂർത്തിയാക്കിയ ഒരു റീച്ചുണ്ട് കാസർഗോഡിലേക്ക് എത്തുന്നതിന്. അതായത് തലപ്പാടി മുതൽ കാസർഗോഡ് വരെ ഊരാളുങ്കൽ 2 മാസം മുമ്പ് തന്നെ അത് അവർ കൈമാറി. ഈ കൈമാറിയ 2 മാസം മുമ്പ് കൈമാറിയിട്ടുള്ള 2 മാസം ഇപ്പോൾ അതിലധികമായി കൈമാറിയിട്ടുള്ള ആ റോഡിൻ്റെ മേലെ എന്തേ ഒരു പ്രശ്നമില്ലാത്തത്? എവിടുന്നാണ് തുടങ്ങുന്ന പ്രശ്നം? ചെറുക്കള ഇപ്പുറത്താണ് തുടങ്ങുന്നത്. ചെറുക്കള വരെ പ്രശ്നമില്ലല്ലോ. ചെറുക്കള വരെ എന്നുള്ളത് ഊരാളുങ്കലിൻ്റെയാണ്. അവിടെ വരെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ പൊളിഞ്ഞു പോയതിന് അടിസ്ഥാനമുണ്ട്. പ്രദേശത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അവിടെ എന്താ പ്രദേശത്തിൻ്റെ വ്യത്യാസം? കേരളത്തിൻ്റെ ഭാഗം തന്നെ ചെയ്തത്. ചതുപ്പ് അവിടെയാണ് ചതുപ്പില്ലാത്തത്. എല്ലാവരും ചതുപ്പുണ്ട്. ഏറ്റക്കുറച്ചിലുണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ നാഷണൽ ഹൈവേ പൊളിയില്ല. അതിന് തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ തലപ്പാടി മുതൽ ചെറുക്കള വരെയുള്ള റോഡ് പൊളിഞ്ഞിട്ടില്ല. അത് അവർ പൂർത്തിയാക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് അവാർഡും കൊടുത്തു. അതാണ് കാര്യം. അപ്പോൾ എല്ലാ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ അത് ശക്തിയായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകും. തൊഴിലില്ലായ്മ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തും. 3,50,000 പുതിയ സംരംഭകരെ കണ്ടെത്തിയിട്ടുണ്ട്. 2 ലക്ഷം കോടി നിക്ഷേപിക്കാൻ ഇവിടെ തയ്യാറായിട്ട് ക്യൂ നിൽക്കുകയാണ്. അത് ഒരു മാസം 10,000 കോടി വീതം ഇവിടെ നിക്ഷേപിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. വ്യവസായ വകുപ്പ് അതിൻ്റെ പ്ലാനിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇടനാഴികൾ ഓരോന്നും നമ്മൾ തുറന്നു കിട്ടും എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്, കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക്, അതുപോലെ തന്നെ വിഴിഞ്ഞം, അതിൻ്റെ ഭാഗമായിട്ടുള്ള 2 ജില്ല പൂർണ്ണമായിട്ടും ആധുനികവൽക്കരിക്കപ്പെടുക മാത്രമല്ല വ്യാവസായികവൽക്കരിക്കപ്പെടും. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള വികസനത്തിൻ്റെ ഒരു കുതിപ്പ്, വികസന മഹോത്സവം ഈ കേരളത്തിൽ നടക്കുന്ന സന്ദർഭത്തിൽ ഒരൊറ്റ അക്ഷരം നിങ്ങൾക്കും പറയാൻ സാധിക്കില്ല, ഒരു ബൂർഷ്വാ പാർട്ടിക്കും പറയാൻ സാധിക്കില്ല. അതാണ് വികസനം ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് ഈ വികസനം പറയുന്നതിൽ വലിയ താല്പര്യമാണ്. അവസാനമാക്കണ്ട എന്തിനാ അവസാനമാക്കുന്നത്? എനിക്ക് യാതൊരു നിർബന്ധമില്ല. വീണ്ടും മലപ്പുറം പരാമർശം കൃത്യമായ രീതിയിൽ UDF ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യുകയാണ്. അതിനെതിരെ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേവലം ഇതിൽ മാത്രം ചുരുക്കം. ഞാനിനി അതിൻ്റെ മറുപടി കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. കുറച്ചുകൂടെ അങ്ങോട്ട് ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. മലപ്പുറം ജില്ല ആരാ ഉണ്ടാക്കി? അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് യഥാർത്ഥത്തിൽ 1967 അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുണ്ട്. ഒരു സമ്മർദ്ദമല്ലാന്ന്. യഥാർത്ഥത്തിൽ വിഭജിക്കേണ്ട ആദ്യത്തെ ജില്ല മലപ്പുറം ജില്ല തന്നെയായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ജില്ല മലപ്പുറം ജില്ലയല്ലേ? ആ മലപ്പുറം ജില്ലയെ അതിൻ്റെ വളർച്ചയും വികസനവും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കേന്ദ്രമായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 35-40% വോട്ടുള്ള കേന്ദ്രമായത്. നിങ്ങൾ മനസ്സിലായില്ലേ? ഈ മലപ്പുറം പണ്ടത്തെ പോലെ CPIM-ന് ഒരു ബാലികേറാൻ മരയൊന്നുമല്ല. ഈ മണ്ഡലം ഉൾപ്പെടെ, ഈ നിലമ്പൂർ ഉൾപ്പെടെ കാസർഗോഡിൽ അല്ല, ഈ പറയുന്ന മണ്ഡലം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങോട്ട് പ്രവേശിക്കാനേ പറ്റില്ലാത്ത ഒരു ജില്ലയല്ല ഇപ്പോഴും. മാത്രമല്ല നല്ലതുപോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഗീയതക്കെതിരായ പോരാട്ടത്തിലൂടെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള വിശ്വാസികളാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. CPM വിശ്വാസികളല്ല, ദൈവവിശ്വാസികൾ. ആ വിശ്വാസികളാണ് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലെ പോരാളികൾ. അപ്പോൾ വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വിശ്വാസികളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിലെ വർഗീയവാദികൾക്കെതിരായിട്ടുള്ള അതിശക്തി, അത് ഹിന്ദു വർഗീയവാദികളുണ്ട്, ന്യൂനപക്ഷ വർഗീയവാദികളുണ്ട്, 2 വർഗീയവാദികളുമുണ്ട്. ഈ 2 വർഗീയവാദികൾക്കെതിരായിട്ടുള്ള അതിശക്തിയായ സമരം നടത്തുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന പാർട്ടി കേരളത്തെ സംബന്ധിച്ച് CPM ആണ്. അത് മുമ്പും അതെ. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി പാകിസ്ഥാൻ വരുന്നു എന്നാണല്ലോ അരിയാടൻ മുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ ഇടക്കടവെന്ന് പുറപ്പെട്ടത് ഇല്ലേ? അത് സത്യാഗ്രഹം നടത്തിയല്ലോ കൊണ്ടുപോയിട്ട്. തിരുവനന്തപുരത്ത് സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട്. വാജ്പേയി സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP ഒരു ഭാഗത്ത്, അന്ന് BJP ഇല്ല, അതിന് പകരം ജനസംഘം ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ കോൺഗ്രസ് ഒരു ഭാഗത്ത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ പലർക്കും പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് താഴെ അരിയാടൻ മോഹനെ പോലെയുള്ള ആളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
ഇത് കുട്ടി പാകിസ്ഥാനാക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടും ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ മലപ്പുറത്തിൻ്റെ പേര് ഉപയോഗിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാതെ ഏതെങ്കിലും പദപ്രയോഗം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കി അതൊന്നും ഇവിടെ വില പോകുന്നതല്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, മലപ്പുറത്തെ ജനങ്ങൾക്കറിയാം, CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും എല്ലാ കാലത്തും മലപ്പുറത്തിൻ്റെ ഒപ്പം തന്നെയാണ് നിന്നത്, മലപ്പുറത്തിന് വേണ്ടിയാണ് നിന്നത്, ഇനിയും അത് തന്നെ നിൽക്കുക. ഒരു സംശയമില്ല. എന്താ കാര്യം, മലപ്പുറം ഒപ്പം നിൽക്കും. കുറച്ചുകൂടി സമയം കഴിയട്ടെ, നിങ്ങൾ നോക്കിക്കോ, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് ഈ മലപ്പുറം ജില്ല മാറും. കോൺഗ്രസ് നേതാക്കളാണോ പറഞ്ഞത്? അൻവർ അതാണ് പ്രതികരിക്കുന്നില്ല. ഞാൻ അദ്ദേഹമായിട്ട് ഒരു പ്രതികരണം ഞാൻ ഇദ്ദേഹം നടത്തിയില്ലല്ലോ. അദ്ദേഹം ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്ന് ഞാൻ ഡൽഹി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ്. അവിടെ നിന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നേ വരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ UDFിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളായിട്ട് കണ്ടിട്ടേയില്ല. അൻവർ യഥാർത്ഥം ചെയ്തത് UDFിന് ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച അദ്ദേഹം പോയതാണ്. അത് യൂദാസാണെന്ന് ഞാൻ പറഞ്ഞത് ഒറ്റുകൊടുക്കുന്ന നിലപാടായതുകൊണ്ടാണ്. അത് വേറെ ആയിരിക്കുമല്ല, UDFിന് തന്നെയാണ്. അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ മേലെ വേറെ ഒന്നും പറയാനില്ല.